സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ ബാലതാരങ്ങളെ അവഗണിച്ചതായി വിമർശനം. ബാലതാരം ദേവനന്ദയാണ് പുരസ്കാരം നൽകാത്തതിൽ വിമർശനവുമായി രംഗത്തെത്തിയത്. കുട്ടികളുടെ സിനിമ കൂടുതൽ ചെയ്യണമെന്ന് പറയേണ്ടത് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ല എന്ന് ദേവനന്ദ സമൂഹമാധ്യമത്തിൽ വിമർശിച്ചു. കഴിഞ്ഞ ദിവസം സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ വലിയ വിമർശനമാണ് ഈ വിഷയത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നത്. ബാലതാരങ്ങളെ അവഗണിച്ചു എന്നാണ് പലരും മുന്നോട്ട് വെക്കുന്ന കാര്യമെന്ന് പറയുന്നത്. സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഈ വിമർശനവുമായി പല പ്രമുഖ ആളുകളും രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ബാലതാരം ദേവനന്ദയാണ് പുരസ്കാരം നൽകാത്തതിൽ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു. ആ സിനിമയ്ക്ക് പിന്നാലെ പല സ്കൂളുകളിലെയും ബാക്ക് ബെഞ്ച് സിസ്റ്റം തന്നെ അവസാനിപ്പിക്കുന്ന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിയുള്ള ചിത്രമായിരുന്നു അത്. അതിന്റെ സംവിധായകനും ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഏതായാലും കുട്ടികളുടെ സിനിമ കൂടുതൽ ചെയ്യണമെന്ന് പറയേണ്ടത് അവാർഡ് നിഷേധിച്ചുകൊണ്ടല്ല എന്ന് തന്നെയാണ് പലരും പറയുന്നത്. സനിസ ശോഭാചന്ദ്രൻ വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സനിസ, ഈ സൂചിപ്പിച്ചതുപോലെ പല കുട്ടികളെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കിക്കൊണ്ടുള്ള സിനിമകൾ ഇല്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തന്നെ അതിൽ പ്രധാനമായ ഒരു ഉദാഹരണമാണ്. അത് കഴിഞ്ഞ വർഷം ഇറങ്ങിയ ചിത്രമാണ്. ഏറെ പ്രേക്ഷക പ്രശംസ നേടിയ ചിത്രമാണ്. നമുക്കറിയാം പിന്നീട് എന്തുകൊണ്ട് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ജൂറി കടന്നു എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ എപ്പോഴും വലിയ പ്രതിഷേധം, വലിയ വിമർശനങ്ങൾ ഉയരുന്നുണ്ടല്ലേ? അതെ, ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് ബാലതാരങ്ങൾക്ക് അവാർഡില്ലാത്തതിനും മികച്ച ബാലതാരങ്ങളുടെ സിനിമയ്ക്ക് അവാർഡില്ലാത്തതിനും വ്യാപക വിമർശനമാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വന്നിരിക്കുന്നത്. ബാലതാരമായിട്ടുള്ള ദേവനന്ദ, അതുപോലെ തന്നെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയുടെ സംവിധായകനും തിരക്കഥാകൃത്തും ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങളിലൂടെ തന്നെ വിമർശനവുമായി വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള അവഗണനയാണ് ഈ ബാലതാരങ്ങളുടെ സിനിമയ്ക്കും അതുപോലെ ബാലതാരങ്ങളും നേരിട്ടിട്ടുള്ളത് എന്നാണ് ഈ പോസ്റ്റുകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടാതെ തന്നെ ഈ മന്ത്രി സജി ചെറിയാന്റെ പ്രതികരണം കൂടി ഈ ഒരു ഘട്ടത്തിൽ വന്നിട്ടുണ്ട്. ജൂറിയുടെ തീരുമാനമായിരുന്നു, അത് അതേപടി അവാർഡ് പ്രഖ്യാപനമായി മാറി. ആ സുതാര്യതയാണ് തുടർന്നത് എന്നാണ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞത്. ഇത്തരത്തിൽ കുട്ടികളുടെ സിനിമയ്ക്ക് നിലവാരമില്ലായിരുന്നു എന്നായിരുന്നു ജൂറിയുടെ കണ്ടെത്തൽ. അത്തരത്തിൽ കൂടുതൽ നിലവാരമില്ലാത്തത് കൊണ്ട് തന്നെ കൂടുതൽ സിനിമകൾ വരണമെന്ന് ഒരു ഖേദപ്രകടനത്തിലൂടെയായിരുന്നു ജൂറി ചെയർമാൻ ഇത് അവതരിപ്പിച്ചത്. എന്നാൽ ഈ ബാലതാരമടക്കം അതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടന്റെ സംവിധായകനടക്കം ഉദാഹരണത്തോടു കൂടിയാണ് ഈ ഒരു അവഗണനയ്ക്കെതിരെ ഈ വിഷയം ചൂണ്ടിക്കാട്ടുന്നത്, ഇത് ചർച്ചയാക്കുന്നത്. ഈ ദേവനന്ദ അടക്കം 3 സിനിമകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ARM, അതുപോലെ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ തുടങ്ങിയ സിനിമകൾ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമയാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. ദേശീയ തലത്തിൽ വരെ ഒരുപാട് ചർച്ചകൾക്ക് വഴിതെളിച്ച് അതുപോലെ തന്നെ ഒരു മാറ്റത്തിന് വഴിതെളിച്ച ഒരു സിനിമയാണ്. കുട്ടികളുടെ ദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട, ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമയാണ്. അത്തരത്തിൽ അവസാന ലാപ്പിൽ വരെ 2 സിനിമകൾ എത്തിയിരുന്നു. കുട്ടികളുടെ സിനിമകൾക്ക് ഒരു മുൻഗണനാ പ്രാധാന്യമുള്ള ഒരു സാഹചര്യമാണ് നിലവിലെ ജൂറി നിയമങ്ങൾ അനുസരിച്ച്. ആ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് കുട്ടികൾക്ക് ഒരു അവാർഡ്, അവർക്ക് പ്രചോദനം എന്ന രീതിയിൽ ഒരു അവാർഡ് നൽകാതെ, ഈ അവസാന ലാപ്പിൽ വരെ 2 സിനിമകൾ വന്ന ഒരു സാഹചര്യത്തിൽ അവർക്ക് അവാർഡ് നൽകാതെ ഏത് ഖേദപ്രകടനം നടത്തിയിട്ടാണ് കുട്ടികൾക്ക് അവർക്കൊരു ഊർജം പകരാതെ ഇത്തരത്തിൽ അവരെ അവഗണിച്ചുകൊണ്ടാണോ, അവരുടെ അവകാശങ്ങൾ, സമൂഹത്തിന്റെ ഭാഗമാണ് കുട്ടികൾ, അവരുടെ അവകാശങ്ങൾ അവഗണിച്ചുകൊണ്ടാണോ അവരോട് ഒരു പ്രതികരണം നടത്തേണ്ടത്? ജൂറി ഇത്തരത്തിൽ പ്രതികരിക്കേണ്ടത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സനിസ ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ചിത്രങ്ങൾ പരിഗണനയ്ക്ക് വന്നില്ല എന്നുള്ളതല്ല, അവസാന ലാപ്പിൽ വരെ 2 ചിത്രങ്ങൾ മുന്നിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പിന്നെ എന്തുകൊണ്ട് അവാർഡ് നൽകിയില്ല എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതിന്റെ മാനദണ്ഡം എന്താണ് എന്ന് അറിയേണ്ടതില്ലേ? അതെ, അത്തരത്തിൽ ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട പെർഫോമൻസുകളുണ്ട്. ഈ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന സിനിമ തന്നെയാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. ആ സിനിമയിൽ മികച്ച പെർഫോമൻസ് ആണ് കുട്ടികൾ കാഴ്ചവെച്ചതെന്ന് ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. അതിന്റെ സംവിധായകനും തിരക്കഥാകൃത്തും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അവാർഡ് ലഭിക്കുമെന്നാണ് അവസാന ഘട്ടം വരെ കരുതിയിരുന്നത് എന്ന അത് മുൻനിർത്തിക്കൊണ്ട് തന്നെ, ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ അവസാന ലാപ്പിൽ ഈ 2 സിനിമകൾ എത്തിയ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ട്, ഏത് തരത്തിലുള്ള മൂല്യമാണ് ഈ സിനിമകളിൽ കാണാത്തത് എന്നത്, ക്രിയേറ്റീവായിട്ടുള്ള ഒരു മൂല്യം കണ്ടില്ല എന്നാണ് ജൂറി പറഞ്ഞതായിട്ടാണ് മന്ത്രി സജി ചെറിയാൻ വരെ ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷെ അത് ഏത് മാനദണ്ഡത്തിന്റെ പുറത്താണ് ഇത്തരത്തിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് ജൂറി മാറിയത് എന്നത് കുറച്ചുകൂടി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിൽ. ഇത്രയും വിമർശനങ്ങൾ ഉയർന്ന ഒരു സാഹചര്യത്തിൽ അതിന്റെ മാനദണ്ഡം എന്താണെന്ന് ജൂറി വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീളുന്നത്. കാരണം ദേശീയ തലത്തിൽ വരെ ശ്രദ്ധിക്കപ്പെട്ട സിനിമ, കുട്ടികളുടെ പെർഫോമൻസ് കൊണ്ടും ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ, അതിന്റെ സംവിധായകൻ തന്നെ അത് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വരുന്നുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ മാനദണ്ഡം വ്യക്തമാക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അമൃത.
സനിസ, ഇതിപ്പോൾ മന്ത്രിയുടെ പ്രതികരണം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ പാനൽ ജൂറിക്ക് മുമ്പാകെ ചിത്രങ്ങൾ വന്നിട്ടുണ്ട് എന്ന് മന്ത്രി പറയുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് അത് തെരഞ്ഞെടുത്തില്ല എന്നുള്ള കാര്യത്തിലൊരു വിശദീകരണം മന്ത്രി പറയുന്നുണ്ടോ? അതെ, മന്ത്രിയുടെ വിശദീകരണം എന്ന് വെച്ചാൽ ഈ സുതാര്യമായ രീതിയിലാണ് ഈ അവാർഡ് പ്രഖ്യാപനം നടത്തിയത്. അത്തരത്തിൽ ഏക ജൂറി തിരഞ്ഞെടുത്ത സിനിമകളാണ്. അത് ആ ഒരു അവാർഡ് പ്രഖ്യാപനത്തിന്റെ സമയത്ത് മാത്രമേ മന്ത്രി അറിഞ്ഞിട്ടുള്ളൂ. അതിന്റെ സുതാര്യത കീപ്പ് ചെയ്യാൻ വേണ്ടി അത്തരത്തിലാണ് ആ ഒരു പ്രക്രിയ നടന്നതെന്നാണ് മന്ത്രി പറയുന്നത്. അപ്പോൾ അവസാന ലാപ്പിൽ വരെ ഈ സിനിമകൾ ഈ മുൻഗണനാ പ്രാധാന്യമുള്ള കുട്ടികളുടെ സിനിമകൾക്ക് മുൻഗണനാ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെ മന്ത്രി ഇത് എടുത്ത് ആരാഞ്ഞതായിട്ടും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ിലേക്ക് മടങ്ങിയെത്താപ്പോൾ സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ സിനിമയുടെ സംവിധായകൻ വിനേഷ് വിശ്വനാഥ് ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. ശ്രീ വിനേഷ് വിശ്വനാഥ്, നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വെച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് താങ്കളുടെ ചിത്രവും അവസാന പട്ടികയിലൊക്കെ ഉണ്ടായിരുന്നു, ജൂറിക്ക് മുന്നിൽ വന്നൊരു ചിത്രമാണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എപ്പോഴും അവാർഡ് നൽകാനുള്ളൊരു നീക്കത്തിലേക്ക് ജൂറി കടന്നിട്ടില്ല. ഇനിയും ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കുട്ടികളിൽ നിന്നുണ്ടാകേണ്ടതുണ്ട് എന്നുള്ള ഒരു കമന്റ് ജൂറിയുടെ ഭാഗത്ത് നിന്ന് വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം, വളരെ ശ്രദ്ധേയമായൊരു ചിത്രം തന്നെയായിരുന്നു, വലിയ മാറ്റങ്ങൾക്കൊക്കെ വഴിവെച്ചൊരു ചിത്രം തന്നെയായിരുന്നു. ഇതൊന്നും പോരാ എന്നാണോ അപ്പോൾ? ഞാൻ ഇത് അവാർഡിന് വേണ്ടിയിട്ട് ചെയ്ത സിനിമയൊന്നുമല്ല. എനിക്കൊരു കഥ പറയണമായിരുന്നു, ഞങ്ങൾക്കൊരു കഥ പറയണമായിരുന്നു. കുട്ടികളിലൂടെ ആയിരുന്നു കഥ പറയേണ്ടത്. അത് പറഞ്ഞു. അത് OTT-യിൽ അതൊരു വലിയ വിജയമായി, ഓൾ ഇന്ത്യ തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടു. ഒരുപാട് ഇന്ത്യയിലെ 10 സംസ്ഥാനങ്ങളിലാണ് ഈ സിനിമയിലെ ബെഞ്ചിങ് ഇമ്പാക്ട് ഉണ്ടായിരിക്കുന്നത്. ഞാൻ ഇന്ന് ഇപ്പോ സംസാരിക്കുന്നതിന് ബാംഗ്ലൂർ പൾസ് 25 എന്ന് പറയുന്ന ഒരു ഇവന്റിൽ നിന്നാണ്. ആഗോളതലത്തിലുള്ള എഡ്യൂക്കേറ്റേഴ്സും ആർക്കിടെക്ട്സും പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ ഞാൻ ഗസ്റ്റ് സ്പീക്കറായിട്ട് വന്നിരിക്കുകയാണ്. ഈ സിനിമയുടെ OTT വിജയം എനിക്ക് കൊണ്ടുവന്ന മറ്റൊരു അവസരം തന്നെയാണത്. അപ്പോ ഞങ്ങൾക്ക് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞത്. പിന്നെ ക്രിയേറ്റിവിറ്റി ഇല്ല എന്ന് പറഞ്ഞാൽ അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. മന്ത്രി ഉദ്ദേശിക്കുന്ന ക്രിയേറ്റിവിറ്റി അത് എന്താണോ അതിന്റെ മാനദണ്ഡം എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോ അത് തന്നെയാണ് ഈ മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ശ്രീ വിനേഷ്, അവാർഡ് നൽകാനുള്ള ക്രിയേറ്റിവിറ്റി ജൂറി കണ്ടില്ല. അദ്ദേഹവും ജൂറിയോട് അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. സിനിമയിൽ കുട്ടികൾക്ക് ക്രിയേറ്റീവ് പ്രാധാന്യം നൽകണമെന്ന് സിനിമാ മേഖലയിലുള്ളവരോട് പറയുമെന്നൊക്കെയാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ പിന്നെ എന്താണ് ഇത് തീരുമാനിക്കുന്നതിനുള്ളൊരു മാനദണ്ഡം എന്നുള്ളൊരു ചോദ്യം തന്നെയല്ലേ നിലനിൽക്കുന്നത്? നിങ്ങളുടെ സിനിമയിൽ 80% കാസ്റ്റും കുട്ടികളാണ്. കുട്ടികളിലൂടെയാണ് കഥകൾ പോകുന്നത്. കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് ഉള്ളത്, കുട്ടികൾക്കാണ് സീൻ ഉള്ളത്. കഥയെ ഡ്രൈവ് ചെയ്യുന്നതെല്ലാം കുട്ടികൾ തന്നെയാണ്. അപ്പോ ഇനിയൊരു കുട്ടിയെ കൊണ്ട് ഞാൻ ഡയറക്റ്റ് ചെയ്യിക്കണ വേണമായിരുന്നോ? അതാണ് എന്റെ ഒരു ഡൗട്ട്. ഇതിൽ കൂടുതൽ കുട്ടികൾക്ക് എന്ത് ക്രിയേറ്റീവ് ഇന്റർഫിയറൻസ് കൊടുക്കാനാണ് ഒരു ഫിലിം മേക്കിംഗ് ടീമിനെ സംബന്ധിച്ച്? ഓക്കെ, വളരെയധികം നന്ദി ശ്രീ വിനേഷ് വിശ്വനാഥ് പ്രതികരിച്ചതിന്. സംവിധായകൻ വിനേഷ് വിശ്വനാഥാണ് പ്രതികരിച്ചത്. നമുക്ക് സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ വാക്കുകൾ കേൾക്കാം. ഈ വർഷത്തെ അവാർഡിന് വേണ്ടി വന്നിരുന്നു. അങ്ങ് ചോദിച്ച പോലെ 2 സിനിമകൾ അവസാന ലാപ്പിലേക്ക് എത്തി. അത് ലാസ്റ്റ് പരിഗണനയ്ക്ക് വേണ്ടി. അത് നമ്മുടെ നിയമാവലി അനുസരിച്ച് നമ്മളതിന് കൃത്യമായ മുൻഗണന കൊടുക്കണമെന്നുള്ള നിയമം തന്നെയുണ്ട്. അപ്പോൾ അതനുസരിച്ച് അവസാനത്തെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു ക്രിയേറ്റീവായ ഒരു സിനിമയായി ആ 2 സിനിമയെ അവർ കണ്ടു. ഒരു അവാർഡ് കൊടുക്കാൻ പറ്റുന്ന പാകത്തിലേക്ക് ആ സിനിമ എത്തിയില്ല എന്ന ഒരു വിലയിരുത്തൽ നടത്തുകയും അവർ അതിനെ സംബന്ധിച്ചിടത്തോളം ഖേദപ്രകടനം നടത്തിയിരിക്കുന്നത്. അവർ പറഞ്ഞിരിക്കുന്നത് മലയാളം പോലൊരു സംസ്ഥാനത്തെ അല്ലെ ഭാഷ വഴി നടത്തുന്ന സിനിമയിൽ നമ്മളെല്ലാ മേഖലയും സ്പർശിക്കുന്നുണ്ട്. ഇപ്പോൾ SC/STക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്, സ്ത്രീകൾക്ക് നമ്മൾ പ്രത്യേക പ്രൊമോഷൻ കൊടുക്കുന്നുണ്ട്. ഇങ്ങനെല്ലാം ചെയ്യുന്ന ഒരു സ്റ്റേറ്റിൽ ആകെ വന്ന 137 ചിത്രങ്ങളിൽ 10% ക്വാളിറ്റി ഉള്ളത്. ഇത് ജൂറി പറയുന്ന കാര്യമാണ്, ഞാൻ കണ്ടിട്ടില്ല അതിനകത്ത് സിനിമ. ജൂറിയാണ് വിലയിരുത്തിയത്. അതിൻ്റെ അർത്ഥം എന്താ? സിനിമയുടെ നിർമ്മിക്കുമ്പോൾ വളരെ ക്രിയേറ്റീവായിട്ട് വളരെ മൂല്യമുള്ള അവതരണമായി സിനിമയെ മാറ്റേണ്ടതായിട്ടുണ്ട് എന്നുള്ള ഒരു നിർദ്ദേശമാണ് അവർ വെച്ചിട്ടുള്ളത്.